നമസ്കാരം. നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ കന്നി രാശിയിൽ ഉൾപ്പെടുന്ന ഉത്തരം മുക്കാൽ ഭാഗം അത്തം ചിത്തിര നക്ഷത്ര ജാതകരുടെ പൊതുഫലമാണ് പറയുന്നത്. ബുധനാണ് കന്നിരാശിയുടെ അധിപൻ. മെയ് മാസം കന്നിരാശിക്കാരുടെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ബുധന് ഈ മാസം 2 രാശിമാറ്റമാണ് ഉള്ളത്. മെയ് 7 ഏഴാം ഭാവമായ മീനം രാശിയിൽ നിന്നും 8ാം ഭാവമായ മേടം രാശിയിലേക്കും തുടർന്ന് മെയ് 23 9ാം ഭാവമായ ഇടവം രാശിയിലേക്കും പ്രവേശിക്കും. സൂര്യൻ മെയ് 15 8ാം ഭാവമായ മേടം രാശിയിൽ നിന്നും 9ാം ഭാവമായ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കും. ശുക്രൻ 8ാം ഭാവമായ മേടം രാശിയിലേക്ക് മെയ് 31 പ്രവേശിക്കും. കുജൻ 11ാം ഭാവമായ കർക്കടകം രാശിയിൽ സഞ്ചാരം തുടരും. വ്യാഴം മെയ് 14 9ാം ഭാവമായ ഇടവം രാശിയിൽ നിന്നും 10ാം ഭാവമായ മിഥുനം രാശിയിലേക്ക് മാറി സഞ്ചരിക്കും. 5ഉം 6ഉം ഭാവങ്ങളുടെ അധിപതിയായ ശനി 7ാം ഭാവമായ മീനം രാശിയിൽ സഞ്ചാരം തുടരുന്നതാണ്. രാഹു മെയ് 18 മീനം രാശിയിൽ നിന്നും 6ാം ഭാവമായ കുംഭം രാശിയിലേക്ക് ഗതി മാറുകയും കേതു മെയ് 18 കന്നി രാശിയിൽ നിന്നും 12ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുകയും ചെയ്യും. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ്. ഗ്രഹനില പരിശോധിക്കുമ്പോൾ വ്യക്തിഫലം കൃത്യമായി അറിയുവാൻ സാധിക്കുന്നതാണ്. പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്ര ജാതർക്ക് ചൊവ്വയുടെയും സൂര്യന്റെയും ദൃഷ്ടി 2ാം ഭാവത്തിൽ വരുന്നതിനാൽ കർമ്മമേഖല, കുടുംബം, സുഹൃത്ത് വലയങ്ങൾ തുടങ്ങിയ സംസർഗമുള്ള ഇടങ്ങളിൽ പരുഷമായി ഇടപെടുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. കർമ്മമേഖലയിലും കുടുംബ ബന്ധങ്ങളിലും അസ്വാരസ്യങ്ങൾ ഒഴിവാക്കുവാൻ ഈ മെയ് മാസം പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. കർമ്മപരമായി വർക്ക് ലോഡ് കൂടുവാൻ ഇടയുള്ള കാലഘട്ടമാണ്. മെയ് 18 ശേഷം കാര്യങ്ങൾ അനുകൂലമായി വരുന്നതിനാൽ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് അനുകൂല സാഹചര്യം വരുവാൻ ഇടയാക്കും. പ്രണയബന്ധങ്ങളിൽ ഉത്തരം നക്ഷത്ര ജാതർക്ക് പ്രണയത്തിൽ പരാജയവും അത്തം ചിത്തിര നക്ഷത്ര ജാതർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ വരുവാനും യോഗം കാണുന്നുണ്ട്. അത്തം നക്ഷത്ര ജാതർക്ക് കലാപരമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരം വരുന്നതാണ്. സാമ്പത്തികപരമായി നോക്കുമ്പോൾ ശുക്രന്റെയും ചൊവ്വയുടെയും ഗോചരത്തിൽ ചിലവുകൾ കൂടി വരുവാൻ സാധ്യതയുള്ള സമയമാണ്. ചിലവുകൾ എല്ലാ മാസങ്ങളെക്കാൾ കൂടുന്നതിനാൽ കുടുംബപരമായും വാഹനപരമായും ലോൺ, ചിട്ടി മുതലായ കാര്യങ്ങളിൽ കണക്ക് കൂട്ടലുകൾ വയ്ക്കുന്നത് ഉത്തമമാണ്. ഈ ഒരു മാസം പണം കൊടുക്കുന്നത് കന്നിരാശിക്കാർ നിയന്ത്രിക്കുന്നത് ഉത്തമമാണ്. കാരണം അത് തിരികെ ലഭിക്കുന്നതിൽ കാലതാമസം വരുന്നതാണ്. സൂര്യന്റെ ഗോചരം അനുകൂലമാകയാൽ സ്ഥിതി മെച്ചപ്പെട്ട് വരുന്നതാണ്. ആരോഗ്യപരമായി കന്നിരാശിക്കാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ് കാണുന്നത്. സ്കിൻ, ഉദരം, അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുവാൻ ഇടയുള്ളതിനാൽ ആഹാരക്രമങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക. മെഡിസിൻസ് നിലവിലെടുക്കുന്നവർ അതൊക്കെ കൃത്യമായി ചെയ്ത് മുൻപോട്ട് പോവുക. മെയ് മാസം അവസാന പാദത്തിൽ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലോട്ട് മാറുകയും ചെയ്യും. ശനി, രാഹു ഗ്രഹഗോചരങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ശാസ്താവിന് നെയ്വിളക്ക് വഴിപാട് സമർപ്പിക്കുന്നത് ഉത്തമമാണ്. കുടുംബപരമായി ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വരുന്നതാണ്. പിണങ്ങി നിൽക്കുന്ന ദമ്പതിമാർക്കിടയിലെ പ്രശ്നങ്ങൾ ശുക്രന്റെ ഗോചരം അനുകൂലമായതിനാൽ പറഞ്ഞു തീർക്കാവുന്നതാണ്. മംഗളകർമ്മങ്ങളിലും വിനോദ തീർത്ഥയാത്രകൾക്കും യോഗം കാണുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുവാനും യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ മാസം അലസത വരുന്നതിലൂടെ പഠന വിഷയങ്ങളിൽ താൽപര്യക്കുറവ് വരുവാൻ യോഗം കാണുന്നുണ്ട്. വിദേശത്ത് പഠിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഈ മാസം അത്ര അനുകൂലമായി കാണുന്നില്ല.
ബിസിനസ് പരമായി നോക്കുമ്പോൾ ബിസിനസ്സിൽ വളർച്ച ഉണ്ട് എന്ന പ്രതീതി വരുമെങ്കിലും മാസാവസാനം ലാഭശതമാനം കുറയുന്ന സാഹചര്യമാണ്. കൂട്ടുകച്ചവടത്തിൽ നിൽക്കുന്നവർക്ക് മാസത്തിന്റെ ആദ്യ പകുതി നഷ്ടവും ശേഷം ലാഭത്തിലോട്ട് എത്തിച്ചേരുന്നതുമാണ്. ഈ മാസം ബിസിനസ് പരമായി പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ വരും മാസങ്ങളിലേക്ക് ആ പുതിയ കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. പ്രശ്നപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ 7 ദിവസം തുടർച്ചയായി പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുന്നതും ശിവഭഗവാന് കൂവളമാല സമർപ്പിച്ച് അർച്ചന നടത്തുന്നതും ഉത്തമമാണ്. പുതിയ അധ്യായവുമായി വരും വരെ നന്ദി, നമസ്കാരം.